സുരേഷ് ഗോപി എന്ന താരമായതുകൊണ്ട് തൃശ്ശൂരിൽ ജയിച്ചു എന്ന്. അങ്ങനെ അതിനെ ചുരുക്കി കാണേണ്ടതില്ല. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ താരങ്ങളടക്കം കോൺഗ്രസിലേക്ക് കൂടുതൽ പേർ വരാൻ ആഗ്രഹിച്ചാൽ, അതായത് അറിയപ്പെടുന്ന മുഖങ്ങൾ അങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചാൽ ഒന്നടങ്കം തടയുന്ന ഒരു സമീപനം കോൺഗ്രസിനുണ്ട്. അങ്ങനെ ഇപ്പോൾ അങ്ങനെ താരമായി ഒരു സെലിബ്രിറ്റിയായി ആകെയുള്ളത് ശശി തരൂരാണ്. അങ്ങനെയല്ലാതെ കൂടുതൽ പേർ വരാൻ ആഗ്രഹിച്ചാലും അവരെ തടയുന്നൊരു സാഹചര്യമുണ്ട് എന്ന് കെ മുരളീധരൻ പറഞ്ഞു. അതിൽ പ്രത്യേക പേരൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. അത് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്കറിയുമായിരിക്കും. അതിനുകൂടി ചേർത്തുള്ള മറുപടി. നോക്കൂ, ഇവിടെ ആദ്യം ഈ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം CUC കുറിച്ച് പറഞ്ഞു, പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പം സ്മൃതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ CPM-ഓ BJP-യോ പോലെ അല്ലെങ്കിൽ അത്തരത്തിലൊരു കേഡർ പാർട്ടി പ്രവർത്തിക്കുന്ന രീതിയിലല്ല കോൺഗ്രസിന്റെ പ്രവർത്തനം ഒരു കാലത്തും. പിന്നെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് അതിനെ ചെറുതാക്കി കാണാമോ എന്നറിയില്ല. കോൺഗ്രസിന്റെ വിജയത്തെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ചെറുതായി കാണുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം തീർച്ചയായിട്ടും ആന്റി എൻകംപൻസി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ആന്റി എൻകംപൻസി എന്ന് പറയുന്ന ഫാക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെയാണോ താങ്കൾ ഭാഗ്യം എന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് അത്തരത്തിലുള്ള ഒരു ആന്റി എൻകംപൻസി ഉണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ചില മേഖലകളിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട്. അത്തരത്തിൽ വീഴ്ചകൾ വന്നത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ വെച്ചിരിക്കുന്നതും കൂടിയാലോചനകൾ നടത്തുന്നതും. അപ്പോൾ ചില മേഖലകളിൽ വന്ന വീഴ്ചകൾ എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അത് കണ്ടെത്തി അതിന് പരിഹാരം കാണുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു KSUവിനെ കുറിച്ചും യൂത്ത് കോൺഗ്രസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. കേരള വിദ്യാർത്ഥി യൂണിയൻ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്ത പോലെയുള്ള വലിയ വിജയം, ഒരു കാലഘട്ടത്തിൽ SFI നേടിക്കൊണ്ടിരുന്ന ഒരു വലിയ വിജയം ഇപ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയൻ നേടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം SFI എന്ന സംഘടനയുടെ അട്രോസിറ്റിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? സിദ്ധാർത്ഥുമാരെ സൃഷ്ടിക്കുന്ന, അത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്ന, പോലീസിന് നേരെ നിയമം കയ്യിലെടുക്കുന്ന, എന്ന് വെച്ചാൽ പോലീസിന് പകരമായി പ്രവർത്തിക്കുന്നത് SFI പറയുന്ന ചൊൽപ്പടിയിൽ നിൽക്കുന്ന പോലീസ് സേനയെ നമ്മൾ കാണുകയാണ്. അതിന് പാർട്ടി വഴങ്ങിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഇഫക്റ്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ, സാധാരണക്കാരായ മാതാപിതാക്കൾ, അവരൊക്കെ അതിന്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ആണ് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലും വിജയം നേടുന്നത് എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ ശക്തമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മഹിളാ കോൺഗ്രസിന്റെ ഒരു നേതൃത്വ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു. സ്ത്രീകളൊക്കെ വളരെ ശക്തമായി പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞാൻ അത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് മറുപടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സംഘടനാ തലത്തിൽ കോൺഗ്രസ് നല്ല രീതിയിൽ ശക്തമായ ഒരു പ്രവർത്തനമാണ് നിലവിൽ കാഴ്ചവെക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വീഴ്ചകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകും. അത് ഞങ്ങൾ കോൺഗ്രസിന്റെ വീഴ്ചയെ ചൂണ്ടിക്കാണിക്കുവാൻ താങ്കളെപ്പോലുള്ളവർ തയ്യാറാകുന്നതിൽ ഞാൻ സന്തോഷിക്കുക. ഇപ്പോൾ നിലവിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. ഏതൊക്കെയായിരിക്കും പ്രധാനമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്? ഇന്ന് ഗവൺമെന്റ് അഡ്രസ്സ് ചെയ്യാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. സാധാരണക്കാരന്റെ, നമുക്കറിയാമല്ലോ, മറിയക്കുട്ടിയെ പോലെയുള്ള ആളുകളുടെ സമരം, ആ സമരം എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അത് സാധാരണക്കാരായ ജനങ്ങളെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് ഭരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം, PSC കോഴ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന തദ്ദേശ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഏറ്റവും വലിയ വീഴ്ചയാണ് ഒരു ജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായത്. അതേപോലെ തന്നെ ഇപ്പോൾ കൊച്ചി നഗരസഭയിലുണ്ട്. പല നഗരസഭകളുടെയും വീഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ശരിയായ തദ്ദേശ സ്ഥാപനങ്ങളെ തകർത്ത ഒരു ഗവൺമെന്റാണ് ഇന്ന് നിലവിലിരിക്കുന്നത്. വളരെ വളരെ ശക്തമായിട്ട് ഇപ്പം CPM-ന്റെ പല നേതാക്കന്മാരും തദ്ദേശ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ജനകീയ ആസൂത്രണത്തെക്കുറിച്ചൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 6-7 വർഷക്കാലമായി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുക, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുക, അവർക്ക് ഫണ്ട് ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇതെല്ലാം ഈ സംസ്ഥാന ഗവൺമെന്റ് വന്നതിന് ശേഷം, ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ്. എവിടെ
എവിടെയാണ് പുതിയ പ്രവർത്തനങ്ങൾ, എവിടെയെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഈ ശക്തമായ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, ഓപ്പറേഷൻ അനന്ത, അത്തരം കാര്യങ്ങളിലൊന്നും ഒരു രീതിയിലുള്ള ശ്രദ്ധയും നഗരസഭകൾ, LDF ഭരിക്കുന്ന നഗരസഭകൾ കാണിക്കാതിരിക്കുമ്പോൾ അതിനെ മോണിറ്റർ ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ തിരുത്തുവാനുള്ള LSGD എന്ന് പറയുന്ന വകുപ്പ്, ബഹുമാനപ്പെട്ട MP രാജേഷ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പ് അത് തയ്യാറാകുന്നില്ല, അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആന്റി ഇൻകം സർക്കാർ ചെയ്യുന്ന വീഴ്ചകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ദൗത്യം തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന് കോൺഗ്രസിന് അത്തരത്തിൽ പ്രചരണം നടത്തുന്നതിന് ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഇത്തരം ക്യാമ്പുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരെ കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്കറിയാലോ ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന വോട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മറ്റു പല മണ്ഡലങ്ങളിലും വരാതിരുന്നത്, മറ്റു പല മണ്ഡലങ്ങളിലും എന്തുകൊണ്ടാണ് BJPക്ക് അത്തരത്തിൽ വോട്ട് ലഭിക്കാതിരുന്നത്? അപ്പോൾ അവിടെ നടന്നത് അതിനെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യമായി മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. അവിടെ സുരേഷ് ഗോപി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി, അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞങ്ങളാരുമല്ലല്ലോ പറഞ്ഞത്. BJPക്ക് പോലും BJPയുടെ സംസ്ഥാന നേതൃത്വത്തെ പോലും പിന്നെ അവരെ പോലും ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സുരേഷ് ഗോപി നടത്തിയത് തെരഞ്ഞെടുപ്പിന് ശേഷം. ഇത് എൻ്റെ വ്യക്തിപരമായ വിജയമാണ് എന്ന് അദ്ദേഹം എത്രയോ തവണ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്ന വോട്ട് ഷിഫ്റ്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് പഠിക്കും. അവിടെ ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ ഒരു തട്ടകമായിരുന്നു. പക്ഷേ പലപ്പോഴും അത് സംഘടനാ പ്രവർത്തനത്തിൽ കൈമോശം വന്നു പോയിട്ടുണ്ട്. പക്ഷേ അവിടെ ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. നമ്മൾ പുതിയ ആളിന് ചാർജ് കൊടുക്കുന്നു, പുതിയ ഈ കമ്മീഷനെ വെച്ച് നമ്മൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലുള്ള പഠനം നടത്തുന്നു. ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിലും അത് തീർച്ചയായിട്ടും റെക്ടിഫൈ ചെയ്ത് മുമ്പോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.